ഓക്കെ ഗൈസ്, നമുക്ക് ഈ വഴി താഴത്തേക്ക് പോകണം ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വഴി താഴത്തേക്ക് പോവാം. ഓക്കെ ഗൈസ്. ഗൈസ്, ഇവിടെ ഇതെന്താണ്? സ്വിമ്മിംഗ് പൂളോ ഗൈസ്? ഇതിനകത്ത് മുതലുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മൾ മിക്കവാറും ഈ വഴിയായിരിക്കും ഗൈസ് എസ്കേപ്പ് ആവേണ്ടത് ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഈ ഡോറ് തുറക്കണമെങ്കിൽ പാസ്വേഡ് വേണമെന്നാണ് പറയണേ. ഓക്കെ, ഇവിടെ എന്തോ സീക്രട്ട് റൂം എന്തോ ആണ് ഗൈസ് അവിടെ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ക്രൗബാർ ഇവിടെ ഇടാം ഗൈസ്. അവിടെ എന്തോ കുറച്ച് ഫോട്ടോസ് എടുത്തങ്ങനെ കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ആ ഫോട്ടോസിൻ്റെ എന്തോ കളിയാണ് ഗൈസ് ആ പാസ്വേഡ്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നും കാണാനില്ല ഗൈസ്. ഗൈസ് ഇതെന്താണ്? ഗൈസ് ഇതെന്താണ്? സ്വിച്ചാ ഗൈസ്? ഈ സ്വിച്ച് എന്തിനാണ്? എനിക്കറിയില്ല ഗൈസ്, ഈ സ്വിച്ച് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നണു നമ്മുടെ എവിടെ അമ്മച്ചി ഇങ്ങോട്ട് വരില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. സ്വിച്ച് എന്തായാലും നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. ആ സ്വിച്ച് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, നമുക്കിനിയിപ്പോൾ ഇവിടെ എന്താണ് ഗൈസ്? ഇതെന്താണ്? ഈ ഡോർ തുറക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇവിടെ എന്തോ കൈ കാണിച്ചില്ല. ഓക്കെ ഗൈസ്, ഇവിടെ എന്താണ്? ഗ്യാപ്പാ? ഓക്കെ, മിസ്സിങ് എ സ്വിച്ച് ഗൈസ്. ഓ, ആ സ്വിച്ചാണ്. ആ സ്വിച്ച് അവിടെ വെക്കാനാണ് ഗൈസ്. ഓക്കെ, ഈ സ്വിച്ചാണ് മിസ്സിങ് ആയി എന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, ഈ സ്വിച്ച് നമുക്ക് ഇവിടെ വെക്കണം. ഓക്കെ, എന്തോ സംഭവിച്ചല്ലോ. വാട്ടർ ലെവൽ ഹാസ് ഡ്രോപ്പ്ഡ് ഗൈസ്. ഇതൊന്ന് കോക ഗൈസ്. ഇവിടുത്തെ വെള്ളമെല്ലാം പറ്റി ഗൈസ്. ഓ ഗൈസ്, ഓ ഗൈസ്, നമ്മളവിടെ ആ സ്വിച്ച് ഓൺ ആക്കിയില്ലേ? അപ്പോഴാണ് ഗൈസ് ഇവിടുത്തെ വെള്ളം ഫുള്ളും പറ്റിയത്. നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് നമുക്ക് അവിടെ ഒരു അൽമാരിക്കകത്തൊരു കോഗ് കണ്ടു ഗൈസ്. കാരണം ഗൈസ് ആ കോഗ് എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്, നമ്മുടെ ഗ്രാനിക്കകത്തൊരു കോഗ് വീലില്ലേ ഗൈസ്? അതുപോലത്തെ എന്തൊരു സംഭവമാണത് ഗൈസ്. ഇതേതാണ് സ്ഥലം ഗൈസ്? ഈ വഴിയാണ് നമ്മൾ എസ്കേപ്പ് ആവണ്ടേ ഗൈസ്? ഇവിടെ ഒരു ലിവർ ഉണ്ട്. ലിവർ എടുത്തു കഴിഞ്ഞാൽ ഇത് പൊങ്ങും ഗൈസ്. പിന്നെ ഇവിടെ ഒരു മരമുണ്ട് ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഓക്കെ, ഇതെന്താണ്? ഓക്കെ, റാഫ്റ്റ് ഗൈസ്. ഓ ഗൈസ്, ഈ റാഫ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എന്തോ പീസസ് കണ്ടുപിടിക്കണം എന്നാണ് ഇവർ പറയുന്നത് ഗൈസ്. ഇവിടെ എന്തൊരു സംഭവം വെച്ചിട്ടുണ്ടല്ലോ, ഒരു പടം വെച്ചിട്ടുണ്ട് ഒരു കല്ലേൽ ഗൈസ്. എന്തൊരു സാധനം തൂക്കിയിട്ടേക്കണു. അന്നേരം മുതല വന്ന് കടിക്കാൻ നേരത്തെ നമുക്ക് അത് തുറക്കണം. ഓക്കെ, പിന്നെ ഇതേ. ഓക്കെ ഗൈസ്, ഇതെന്താണ് ഗൈസ്? ഈ കന്നാസാണ് ഈ നീല സാധനം. ഇതത് വെക്കാൻ പറ്റും. ഓ ഗൈസ്, ഈ നീല കന്നാസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഗൈസ്. ഓക്കെ ഗൈസ്, കളി മനസ്സിലായി. ഓക്കെ, ആ നീല കന്നാസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഗൈസ്. അതിനി ഒരു 3 കന്നാസും കൂടി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. മേ ബി അത് താഴെ ആയിരിക്കും ഗൈസ്. ഈ താഴെ ആവാനാണ് ചാൻസ് കൂടുതലും ഗൈസ്. ഓക്കെ, നമ്മുടെ മുതലച്ചേട്ടനും കൂടെ പോയി നോക്കണം ആദ്യം. ജസ്റ്റ് മുതലണ്ണനെ കാണാനില്ല. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഗൈസ് ഇവിടെ എന്താണ്? ബ്രിക്ക്. ഓ ഗൈസ്, നമ്മളോട് പറയണത് ബ്രിക്ക് ചെയ്യാനാണ് പറയണത് ഗൈസ്. അതിനിപ്പോൾ ബ്രിക്ക് ചെയ്യാൻ എന്താണ് ഗൈസ് വേണ്ടേ? അതിന് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടി വരും ഗൈസ്. എനിക്കറിയില്ല ഗൈസ്. എനിക്കറിയില്ല അതെന്താണ് ഗൈസ് വേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് ഓ ഗൈസ്, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളവിടെ ക്രൗബാർ കൊണ്ടിട്ടിട്ടില്ലേ ഗൈസ്? വേറെ എന്തിനാണ് നമ്മൾ വേറെ സംഭവം നോക്കണേ? ആ ക്രൗബാർ വെച്ച് പൊളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. ഓക്കെ, ഇത് വെച്ച് പൊളിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. അമ്മച്ചി താഴത്തേക്ക് വരാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നണത് എന്തായാലും. ഓക്കെ, മുതല അവിടെ കിടന്ന് ഉറങ്ങുവാണ് ഗൈസ്. ഓക്കെ, ഓ ഗൈസ്, ഈ മുതല ഇടയ്ക്ക് കിടന്ന് ഉറങ്ങും ഗൈസ്. ആ തക്കത്തിനാണ് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓ ഗൈസ്, അത് തന്നെയാണ് സംഭവം. അയ്യോ, മുതൽ വരുന്നുണ്ട് ഗൈസ്. മുതൽ വരുന്നുണ്ട്. മെള്ളിക്കറ് ഗൈസ്. മുതൽ വരുന്നുണ്ട്. ദേ വരുന്നു മുതൽ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇതവിടെ കിടക്കട്ടെ. ക്രൗബാർ അവിടെ കിടക്കട്ടെ ഗൈസ്. ഓക്കെ, ഓക്കെ, ഇതേ മുതല വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞില്ല മുതൽ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് ഗൈസ്. പുള്ളിക്കാരൻ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങും ഗൈസ്. നമുക്കിനിപ്പോൾ ഇവിടെ വേറെ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഗൈസ്. ഓക്കെ, ഇവിടെ വേറെ ഒന്നും കാണാനൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് സെർച്ച് ചെയ്യണം ഗൈസ്. ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഡോറ് ലോക്കായി, അതായത് അടഞ്ഞെടുക്കുവാണ്. അതെങ്ങനെയും തുറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇനി കോഗ് വീലിനി അത് തുറക്കാൻ വേണ്ടി ആയിരിക്കുമോ ഗൈസ്? എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ടൈം. ഓക്കെ, മുതലിവിടെ നിന്ന് പോയിട്ടില്ല ഗൈസ്. പുള്ളിക്കാരൻ ഇവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. മുതലിവിടെ നിന്ന് പോയാൽ മാത്രമേ. ഓക്കെ, മുതൽ പോകുന്നുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് പയ്യെ താഴത്തേക്ക് ഇറങ്ങാം ഗൈസ്. ഓക്കെ, നമ്മൾ പയ്യെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, മുതൽ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഗൈസ്, ഇവിടെ എന്താ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സൗണ്ട് ടു അട്രാക്റ്റ് ദ കോക്കഡൈൽ. ഓ ഗൈസ്, നമ്മളോട് പറഞ്ഞേക്കുന്ന മുതലേനെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സൗണ്ടുള്ള സാധനം നമ്മളവിടെ നമ്മളെ കല്ലടക്കില്ല ഗൈസ്. ആ കല്ലടക്കിയ സ്ഥലത്ത് കൊണ്ട് വെക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഗൈസ്. സൗണ്ട് ഉണ്ടാക്കണ എന്ത് സാധനമാണ് ഗൈസ് നമ്മളിന്ന് കണ്ടുപിടിക്കാനുള്ളത്? ഓ ഗൈസ്, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ മേളിൽ നമ്മുടെ അമ്മച്ചിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മീൻ ഇട്ടില്ലേ ഗൈസ്? ഓക്കെ, ആ മീനിൽ നിന്ന് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
ആ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് അമ്മച്ചി അവിടെ തന്നെ നിൽക്കണത്. ഗൈസ് കളി മനസ്സിലായി ഗൈസ്. ആ മീനാണ് നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ മീനിൽ നിന്ന് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് അമ്മച്ചിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ മീൻ അവിടെ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഈ മുതലേനെ അട്രാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും അതായിരിക്കും ഗൈസ് അവിടെ വെക്കേണ്ടത്. ഓക്കെ, ഈ കോകുയിലും കൊണ്ട് നമുക്ക് എന്തായാലും കോകുയിലൂടെ കിടക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ദേ മുതല വന്നിട്ടുണ്ട്. ഓക്കെ, മുതലണ്ണനോട് കിടപ്പുണ്ട്. പുള്ളിക്കാരൻ അങ്ങോട്ട് പോകണമെന്ന് നോക്കട്ടെ ഗൈസ്. ഗൈസ് പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ് ഗൈസ്. നമ്മൾ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എണിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കും. അതാണ് സീൻ. ഓക്കെ, മുതലെന്തായാലും അവിടെ ഇരിക്കട്ടെ ഗൈസ്. നമുക്കിനിപ്പോൾ ഈ കോകുവിൽ വെച്ചിട്ട് എന്താണ് പരിപാടി എന്ന് എനിക്ക് അറിയണം ഗൈസ്. കാരണം ഇവിടുത്തെ ഒരു ഗേറ്റ് ലോക്കാണ്. അത് തുറക്കാൻ വേണ്ടിയാണോ എന്നെനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. മുതൽ ഇവിടെ നിന്ന് പോയിക്കോട്ടെ. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. കണ്ടോ, ഇതിവിടെ ഒരു വാതിൽ ലോക്കാണ്. മുതൽ അവിടെ കിടക്കുന്നുമുണ്ട്. അത് തുറക്കാനായിരിക്കും മേ ബി കോകുവിലെന്ന് എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, ഈ വാതിലുണ്ടോ? ഈ വാതിലാണ് ക്ലോസ് ആയി കിടക്കുന്നത്. മിക്കവാറും ഇതിൻ്റെ ഉള്ളിൽ മിക്കവാറും ഒരു കന്നാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു കന്നാസ് അല്ല, ചിലപ്പോൾ 2 കന്നാസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം നമുക്കിനി കിട്ടാനുള്ളത് 3 കന്നാസാണ് നമുക്ക് കിട്ടാനുള്ളൂ. ഓക്കെ, 3 കന്നാസാണ് നമുക്ക് കിട്ടാനുള്ളൂ ഗൈസ്. ഗൈസ് ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്. ഇവിടെ എന്താണ്? ലോക്ക് മെക്കാനിസം. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നു നമ്മുടെ കോഗ്വീലാണെന്നാണ് എനിക്ക് തോന്നണം ഗൈസ്. കോഗ്വീലാണോ നമുക്ക് നോക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ, കോഗ്വീലെടുത്തോ. ഓക്കെ, നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം. മുതലെന്തേ? ഓ ഗൈസ്, മുതല വന്നു. ഗൈസ് മുതല പയ്യെ അങ്ങോട്ടും പോകുന്നുണ്ട്. നമുക്ക് പയ്യെ ഇറങ്ങിയാലോ ഗൈസ്? ഓക്കെ, നമുക്ക് പയ്യെ ഇറങ്ങാമെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ്, നമുക്ക് പയ്യെ ഇറങ്ങാം. ഓ, മുതല അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇതാണോ? ഓ ഗൈസ്, അത് തന്നെയായിരുന്നു സംഭവം ഗൈസ്. മുതല വീണ്ടും വരുന്നുണ്ട് ഗൈസ്. അയ്യോ, പിടിക്കില്ലേ. മുതല വരുന്നുണ്ട്. ഓക്കെ, ഇതേ വരുന്ന മുതല. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം ഗൈസ്. ഗൈസ് അത് അവിടെ തുറന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കോഗ്വീലായിരുന്നു അവിടെ വെക്കേണ്ടിയിരുന്നത്. ഓക്കെ, അവിടെ എന്തായാലും ആ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കണം. അവിടെ വലിയ കന്നാസ് ഉണ്ടോ നോക്കണം ഗൈസ്. പിന്നെ ഇവിടെ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതേ ഗൈസ് ഒരു കന്നാസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഇവിടെ കന്നാസ് ഉണ്ടാവുമെന്ന്. ഓക്കെ, നമുക്കങ്ങനെ ഒരു കന്നാസും കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ 2 കന്നാസായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് 2 കന്നാസും കൂടിയാണ് ആവശ്യമുള്ളൂ. ഓക്കെ, ആ 2 കന്നാസിന് ഇപ്പോൾ എവിടെയാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, നമുക്കതൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, പയ്യെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകണം ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങണം. ഓക്കെ, അങ്ങനെ 2 കന്നാസ് ഓൾറെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി 2 കന്നാസും കൂടിയാണ് കിട്ടാനുള്ളൂ. കണ്ടോ ഗൈസ്, ഇതാണ് സംഭവം. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി 2 കന്നാസും കൂടി കണ്ടുപിടിക്കണം. അതിനുള്ളൊരു ഓട്ടത്തിലാണ് ഞാൻ. ഓക്കെ ഗൈസ്, മുതലെണ്ണ ദേവന്നു ഗൈസ്. ഓക്കെ, പുള്ളി അത്യാവശ്യം സീനാണ്. മേളിൽ അമ്മച്ചാണെങ്കിൽ താഴെ മുതലാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കിനി ഇതിനകത്ത് ഒരു എസ്കേപ്പും കൂടി ഉള്ളൂ. അത് നമ്മുടെ ബലൂൺ എസ്കേപ്പ് ആണ് ഗൈസ്. കുറേ പേര് പറയണ കേട്ടു ബലൂൺ എസ്കേപ്പ് അടിപൊളിയൊക്കെ ആണെന്ന്. നമുക്ക് എന്തായാലും അത് എസ്കേപ്പ് നടത്തി നോക്കണം ഗൈസ്. പിന്നെ ഗൈസ് നമ്മളിവിടെ വേസ്റ്റൊക്കെ കൂടി കിടക്കണം ഗൈസ്. അവിടെയൊക്കെ പോയി നോക്കണം ഗൈസ്. കാരണം ഇവിടെ ഒരു നീല കൂട് കിടക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ കന്നാസിന് അതേ കളറായതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വേസ്റ്റ് കിടക്കുന്ന സ്ഥലത്തൊക്കെ പോയി നോക്കണം ഗൈസ്. മിക്കവാറും അവിടെ ഒരു കന്നാസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി 2 കന്നാസും കൂടി നമുക്ക് കിട്ടാനുള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ എവിൾ നണ്ണിൻ്റെ സിവർ എസ്കേപ്പിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിനകത്ത് ലൈക്ക് ടാർഗറ്റ് 150 ലൈക്കാണ് ഗൈസ് നമ്മുടെ ടാർഗറ്റ്. നിങ്ങളെയും കൊണ്ട് പറ്റുവാണെങ്കിൽ അത്രയൊക്കെ ലൈക്ക് ഒന്ന് സഹായിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങളുടെ ഫുള്ളും സപ്പോർട്ട് നമ്മുടെ ഒപ്പം ഉണ്ടാവണം ഗൈസ്. അപ്പോൾ നമ്മളിത് ഭയങ്കര ടഫ് എടുത്താണ് ഗൈസ് കളിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ എവിൾനണ്ണമ്മച്ചി കുറച്ച് സീനാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും വേറെ കന്നാസൊന്നും കാണാനില്ല ഗൈസ്. ഓക്കെ, നമ്മളിനി വേറെ കന്നാസ് എവിടെ പോയി നോക്കുമെന്നും എനിക്കറിയില്ല ഗൈസ്. ദേ മുതല ഗൈസ്, മുതല അങ്ങോട്ട് പോട്ടെ ഗൈസ്. മുതല അങ്ങോട്ട് പോയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. നമുക്ക് പയ്യെ ഇതിൻ്റെ മുകളിലേക്ക് കയറണം. ഓക്കെ, പയ്യെ ഇതിൻ്റെ മുകളിലേക്ക് കയറിക്കോ. നമ്മളെന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിതിൻ്റെ മുകളിലാണിപ്പോൾ ഗൈസ്. ദേ മുതല ദേ നിൽക്കുന്നത് ഗൈസ്. അമ്മച്ചി താഴത്തേക്ക് വരില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണത്. കാരണം ഇത്ര നേരമായിട്ട് അമ്മച്ചി വന്നിട്ടില്ല. അപ്പോൾ ഇനി വരാൻ ചാൻസ് ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ വേസ്റ്റൊക്കെ കൂടി ഗൈസ്. ദേ ഗൈസ്, അടുത്ത കന്നാസും കൂടി നമുക്ക് കിട്ടി ഗൈസ്. അടുത്ത കന്നാസും കൂടി നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ കന്നാസ് എന്തായാലും അവിടെ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് ഈ കന്നാസ് എന്തായാലും അവിടെ കൊണ്ടുവന്ന് വെക്കണം. ഈ കന്നാസ് ഓക്കെ ഗൈസ്, അവിടെ ഇപ്പോൾ നമ്മൾ ആകെ ഓക്കെ ഗൈസ് 2 കന്നാസ് നമ്മൾ ഓൾറെഡി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.
ഇനി ഈ ഒരു കന്നാസും കൂടി അവിടെ കൊണ്ടുവന്ന് വെക്കണം. ഒരു കന്നാസും കൂടി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ടോട്ടൽ 4 കന്നാസാണ് ഇവിടെ വെക്കാനുള്ളത്. അത് നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, ഇതുണ്ടോ, ഇവിടെയാണ് ആ കോഡ് അടിക്കേണ്ടത്. ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ നിങ്ങൾ, ഉടുപ്പ്, വാതിൽ, മേഘം, സൂര്യൻ. ഇതിനകത്ത് എന്തോ നമ്പർ ഉണ്ട് ഗൈസ്. ഇത് നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സാധനം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കതെങ്ങനെയും കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെങ്ങനെയും കണ്ടുപിടിക്കണം. ഈ കോഡ് എങ്ങനെയും കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ.